സുലൈമാൻ ഹുറത്തെ ഒന്ന് നോക്കിയിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഹുറം പറയുന്നു, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അവർ നുണ പറയുകയാണ്. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഒരിക്കലും ആരുടെയും ജീവൻ എടുത്തിട്ടില്ല. എന്നെ വിശ്വസിക്കൂ സുലൈമാൻ. അയാൾ ഒന്നും മിണ്ടിയില്ല. അവൾ കാൽക്കൽ വീണ് പറയുന്നു, ഞാൻ നിങ്ങൾ വരാൻ വേണ്ടിയാണ് കാത്തിരുന്നത്. നിങ്ങൾ മാത്രമാണ് എൻ്റെ ഒരേ ഒരു പ്രതീക്ഷ. നിങ്ങളൊന്ന് വരാനാണ് ഞാൻ ഇത്രയും നേരം പ്രാർത്ഥിച്ചത്. അങ്ങേക്ക് മാത്രമേ എന്നെ രക്ഷിക്കാനാവൂ സുലൈമാൻ. നിങ്ങൾ എൻ്റെ നേരെ കണ്ണടച്ചാൽ പിന്നെ എനിക്ക് മരിക്കുകയേ വഴിയുള്ളൂ. ഞാൻ സ്നേഹിക്കുന്ന പുരുഷൻ എന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ അങ്ങേക്ക് മുന്നിൽ യാചിക്കുകയാണ് ഇൻകാരം. എന്നെ വിശ്വസിക്കൂ. സുലൈമാൻ അവളെ നോക്കാതെ പുറത്തേക്ക് പോയി. ഹുറത്തിന് കരച്ചിൽ വന്നു. ഇബ്രാഹിം ബാബയെയും നിക്കോയെയും കൂട്ടി യാത്ര പുറപ്പെട്ടു. നീ ഗ്രാൻഡ് വിസിയറാണെന്ന് ഞങ്ങളോട് പറയാതിരുന്നത് എന്താ ഇബ്രാഹിം? ബാബ ചോദിച്ചു. ഞാൻ എല്ലാം ഉപേക്ഷിച്ചാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ബാബ. മനോലിസ് എന്നൊരു ഫിഷർമാൻ്റെ മകനായി മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. എനിക്ക് നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ വരുന്നതിൽ ഒരു താല്പര്യവുമില്ല, ഇബ്രാഹിം പറഞ്ഞു. ബാബയും നിക്കോയും പരസ്പരം നോക്കി. ഈ യാത്രയുടെ അവസാനം എൻ്റെ മരണമാവും. നിക്കോ ഇബ്രാഹിമിനെ നോക്കുന്നു. ഖദീജ സുൽത്താന മാഹിദേവരാനോട് പറയുന്നു, എൻ്റെ വിഷമത്തിനും കണ്ണീരിനൊന്നും ഇൻകാരത്തിന് യാതൊരു വിലയുമില്ല മാഹിദേവരാൻ. എനിക്കിന്നത് മനസ്സിലായി. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സുൽത്താന. ഇൻകാരൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് മാത്രമേ ചെയ്യൂ. മാഹിദേവരാൻ, സുൽത്താൻ സുലൈമാൻ ഖാൻ അദ്ദേഹത്തിൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ പൂർണ്ണമായും അവഗണിച്ചത്. ദായ ഹാത്തിൻ വാലിദ സുൽത്താനയോട് ചോദിക്കുന്നു, നമ്മൾ ഖദീജ സുൽത്താനയെ കാണാൻ പോവുകയാണോ? അല്ല, എനിക്ക് അവളുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു. നമ്മൾ എൻ്റെ പേരക്കുട്ടികളെ കാണാൻ പോവുകയാണ്. സുലൈമാൻ അതുവഴി വരുന്നു. അയാൾ വന്ന് വാലിദ സുൽത്താനയുടെ കയ്യിൽ മുത്തം വെച്ചു. ഹുറത്തിന് ഇനി ഈ കൊട്ടാരത്തിൽ നിർത്തേണ്ട വാലിദ. അവളെ ഓൾഡ് പാലസിലേക്ക് വിട്ടേക്ക്. നീ വിഷമിക്കേണ്ട, ഞാൻ ചെയ്തോളാം. സുലൈമാൻ തലയാട്ടിയിട്ട് പോകുന്നു. ഇബ്രാഹിം ബാബയെയും നിക്കോയെയും കൊണ്ട് ടോപ്കാപ്പി പാലസിന് മുന്നിലെത്തി. നീ ഈ പാലസിലാണോ താമസിക്കുന്നത് ഇബ്രാഹിം? 3 വർഷമായി ഞാൻ ഇവിടെയാണ് ജീവിക്കുന്നത് ബാബ. ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ അവസാനമായാവും ഈ ഡോറിലൂടെ അകത്ത് പോകുന്നത്. ഞങ്ങളും വരും നിൻ്റെ കൂടെ. നിന്നെ ഇവിടെ വിട്ടിട്ട് പോകാനാവില്ല. വേണ്ട നിക്കോ, നിനക്ക് ഈ ഡോറിലൂടെ അകത്ത് കടക്കാൻ അനുവാദമില്ല. എന്നാൽ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നെ കാത്തു നിൽക്കും. നീ വരുന്നത് വരെ എങ്ങും പോയില്ല, നിക്കോ പറഞ്ഞു. ഇബ്രാഹിം ചെന്ന് അവനെ ഹഗ് ചെയ്തു. എന്നിട്ട് പറയുന്നു, ബാബയെ നന്നായി നോക്കണം. ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് നിങ്ങളുടെ സുരക്ഷയ്ക്ക് നല്ലത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കി നിക്കോ. നിക്കോയെ നോക്കി തലയാട്ടിയിട്ട് ബാബയെ ഹഗ് ചെയ്തു. ഞാൻ ഇവിടുന്ന് ജീവനോടെ പുറത്തേക്ക് വന്നില്ലെങ്കിൽ എൻ്റെ ഡെഡ് ബോഡി പാർഗയിലേക്ക് കൊണ്ടുപോയി എൻ്റെ അമ്മയുടെ അടുത്ത് കുഴിച്ചിടണം, ഇബ്രാഹിം ബാബയോട് പറഞ്ഞു. അങ്ങനെയൊന്നും പറയണ്ട മോനെ. എൻ്റെ പ്രാർത്ഥന നിന്നോടൊപ്പമുണ്ട്. ശരി, ഞാൻ പോണു. ഇബ്രാഹിം മുന്നോട്ട് നടന്നു. ഒരിക്കൽ കൂടി അവരെ തിരിഞ്ഞു നോക്കിയിട്ട് പോകുന്നു. സുലൈമാൻ ബുക്ക് വായിക്കുകയായിരുന്നു. സുമ്പിൽ കയറിച്ചെന്ന് പറയുന്നു, ഇൻകാരം, ഇബ്രാഹിം പാഷ വന്നിട്ടുണ്ട്. അദ്ദേഹം അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. സുലൈമാൻ അയാളെ നോക്കാതെ ഇരുന്നു. സുമ്പിൽ എന്തു ചെയ്യണമെന്നറിയാതെ സംശയിച്ചു നിന്നു. ഇൻകാരം, അവനോട് വരാൻ പറ. സുമ്പിൽ കുമ്പിട്ടിട്ട് പോകുന്നു. എന്നിട്ട് ഇബ്രാഹിമിനടുത്ത് ചെന്ന് പറയുന്നു, ഇബ്രാഹിം പാഷ, ഇൻകാരം അങ്ങയോട് ചെല്ലാൻ പറഞ്ഞു. ഇബ്രാഹിം തലയാട്ടിയിട്ട് നടക്കുന്നു. സുമ്പിലാക, ഹരത്തിൽ പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഹരത്തിൽ പ്രശ്നമൊന്നുമില്ല. ഹുറം ഹാത്തൂൻ. ഞാൻ ഹുറം ഹാത്തൂൻ്റെ കാര്യമല്ല ചോദിച്ചത്. ഖദീജ സുൽത്താന, വാലിദ സുൽത്താന എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? ഖദീജ സുൽത്താന ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പക്ഷേ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എപ്പോഴും വിഷമിച്ചിരിക്കുന്നതാണ് കാണാറ്. ഇബ്രാഹിം മുന്നോട്ട് നടന്നു. ഗുൽഫം വന്ന് ഖദീജ സുൽത്താനയോട് പറയുന്നു, സുൽത്താന, ഇബ്രാഹിം വന്നിട്ടുണ്ട്. അദ്ദേഹം ഇൻകാരത്തെ കാണാൻ നിൽക്കുകയാണ്. ഖദീജ സുൽത്താനയ്ക്ക് ടെൻഷനായി. ഞങ്ങളിപ്പോൾ കശാപ്പുകാരൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ പോലെയാണ് ഗുൽഫം. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സുൽത്താന. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കും. സാദിക വാലിദ സുൽത്താനയ്ക്ക് മസാജ് ചെയ്തു കൊടുക്കുന്നു. ദായ ഹാത്തൂൻ അങ്ങോട്ട് കയറി വന്ന് കുമ്പിട്ടിട്ട് പറയുന്നു, എൻ്റെ സുൽത്താന, ഹുറം ഹാത്തൂനുള്ള ചേംബർ റെഡിയായിട്ടുണ്ടെന്ന് ഓൾഡ് പാലസിൽ നിന്ന് മെസ്സേജ് വന്നു. ശരി, ഹുറത്തെ വിളിക്ക്. ഹുറം ഗുൽനിഹാലിനോട് പറയുന്നു. ഗുൽനിഹാൽ, വാ, നമുക്ക് പോയി മെഹമ്മത്തിനെയും മെറുമയെയും കണ്ടിട്ട് വരാം. നമുക്ക് അങ്ങോട്ട് പോകാനാവില്ല ഹുറം. അവർ നമ്മളെ അങ്ങോട്ട് കയറ്റില്ല. എന്നാൽ നീ ഇവിടെ തന്നെ നിന്നു. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഹുറം ഇറങ്ങിപ്പോയി. ഒന്ന് മടിച്ചു നിന്നിട്ട് ഗുൽനിഹാലും പുറകെ പോയി. കുട്ടികളുടെ റൂമിന് പുറത്തെത്തിയ ഹുറത്തെ കാവൽക്കാർ കടത്തിവിടുന്നില്ല. മുമ്പീന്ന് മാറ്, എനിക്കെൻ്റെ പിള്ളേരെ കാണണം. ക്ഷമിക്കണം സുൽത്താന, ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്നാണ് വാലിദ സുൽത്താന പറഞ്ഞിരിക്കുന്നത്. ഹുറം, വാ, നമുക്ക് തിരിച്ചു പോകാം. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഗുൽനിഹാൽ പറഞ്ഞു. പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ ഒന്ന് കയറ്റിവിട്. ഞാൻ ഒന്നവരെ കണ്ടോട്ടെ, ഹുറം ചോദിച്ചു. ഗാർഡ്സ് ഒന്നും മിണ്ടിയില്ല. കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നു. മുഹമ്മദ്, മോനെ, അമ്മ ഇവിടെയുണ്ട്, കരയണ്ട. മെറുമ, ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടു പോവില്ല, കരയണ്ട, ഹുറം ഡോറിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു. നിഗാർ അങ്ങോട്ട് വരുന്നു. ഹുറം സുൽത്താന, നിഗാർ, നീ പറഞ്ഞാൽ ഇവർ ഡോർ തുറക്കും. പറ, പ്ലീസ്. ഹുറം, എനിക്കിപ്പോഴത് പറയാൻ സാധിക്കില്ല. വാലിദ സുൽത്താൻ നിന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ നിരപരാധിയാണെന്ന് അവർക്ക് മനസ്സിലായോ? അവർ എന്നോട് ക്ഷമിച്ചോ?
നിഗാർ ഒന്നും മിണ്ടിയില്ല. വാ പോകാം, സുലൈമാൻ എന്നോട് ക്ഷമിച്ചിട്ടുണ്ടാവും. അവൾ മുന്നോട്ട് നടന്നു. ഹുറം വാലിദ സുൽത്താനയുടെ അടുത്തേക്ക് വരുന്നു. അവൾ കുമ്പിട്ടിട്ട് പറയുന്നു, എൻ്റെ വാലിദ, ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. അവസാനം വാലിദയ്ക്ക് മനസ്സിലായല്ലോ ഞാൻ നിരപരാധിയാണെന്ന്. എൻ്റെ കുട്ടികളെ എനിക്ക് തിരിച്ചു തരുമോ വാലിദ? വാലിദ സുൽത്താന തലയാട്ടി. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഹുറം, നീ നിന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. എല്ലാവരും പറയുന്നത് നീയാണിത് ചെയ്തതെന്നാണ്. സാദിക അവളെ നോക്കി. എൻ്റെ മകനും പറഞ്ഞത് നീ തന്നെയാണ് ആയിഷയെ കൊന്നതെന്നാണ്. നിനക്കിനി ഈ പാലസിൽ നിൽക്കാനാവില്ല. നാളെ നീ ഓൾഡ് പാലസിലേക്ക് മാറുകയാണ്. വാലിദ പ്ലീസ്, എനിക്കാരും ഒരിക്കലും അങ്ങനെ പറയില്ല. അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നുണ പറയുകയാണെന്നാണോ നീ പറയുന്നത്? വീണ്ടും വീണ്ടും നീ തെറ്റുകൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹുറം. എൻ്റെ വാലിദ, ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം. മതി, ഇനി ഒന്നും പറയണ്ട. നീ പോയി നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്ക്. നാളെ പോണം. ഹുറം അവരുടെ കാൽക്കലിരുന്ന് യാചിക്കുന്നു. വാലിദ, ഞാനല്ല ഇത് ചെയ്തത്. അത് ചെയ്ത കൊലയാളി ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. സാദിക അത് കേട്ടു നിന്നു. വാലിദ സുൽത്താന പറയുന്നു, ദായേ, ഇവൾ എൻ്റെ മുന്നിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോ. ദായ ഹാത്തുൻ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. സാദിക അത് നോക്കി നിന്നു. വലിച്ചുകൊണ്ട് പോകുന്ന ദായ ഹാത്തുനോട് ഹുറം പറയുന്നു, വിടെന്നെ, നിങ്ങളാണ് ആയിഷയെ കൊന്നത്. ഒച്ച കേട്ട് ഹരത്തിലെ പെണ്ണുങ്ങളെല്ലാം വന്ന് നോക്കുന്നു. ഹുറം ഹാത്തുൻ, നിന്റെ ഈ സ്വഭാവം തന്നെയാണ് നിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്, ദായ ഹാത്തുൻ പറഞ്ഞു. ഹദീജ സുൽത്താനയും ഗുൽഫമും ഖുറാൻ എടുത്ത് വായിക്കുന്നു. സുംബുലാഗ അങ്ങോട്ട് വന്നു. എൻ്റെ സുൽത്താന, നിങ്ങൾ ദുഃഖവാർത്തയുമായാണോ വന്നിരിക്കുന്നത് സുംബുലാഗ? സുംബുൽ മടിച്ചു മടിച്ചു നിൽക്കുന്നു. പറയൂ, എല്ലാം കഴിഞ്ഞോ? അവർ ഇബ്രാഹിം പാഷയെ കൊന്നോ? സുൽത്താന, ഇൻക്യാരൻ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഹദീജ സുൽത്താന സംശയിച്ചിരിക്കുന്നു. ഗുൽഫം, ഞാൻ എന്തു ചെയ്യണം? ഇൻക്യാരൻ വിളിക്കുകയല്ലേ, ചെല്ല് സുൽത്താന. ഹദീജ സുൽത്താന പേടിച്ച് പേടിച്ച് പോകുന്നു. സുലൈമാൻ്റെ ചേംബറിലേക്ക് എത്തിയ ഹദീജ സുൽത്താന അയാളെ കുമ്പിട്ടു. സുലൈമാൻ തിരിഞ്ഞ് ഹദീജയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ നിനക്ക് വാക്ക് തന്നിരുന്നു, നിന്നെ ഞാൻ സന്തോഷിപ്പിക്കുമെന്ന്. സലബി മുഹമ്മദുമായുള്ള എൻഗേജ്മെൻറ്റ് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. നിന്റെ മനസ്സെനിക്ക് കാണാനായില്ല ഹദീജ. നിന്റെയും ഇബ്രാഹിമിൻ്റെയും വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചു. അത് കേട്ട ഹദീജ സുൽത്താന ബോധം കെട്ടു വീണു. സുലൈമാൻ അവളെ പിടിച്ചു. ഗാർഡനിൽ നിന്നിരുന്ന ഇബ്രാഹിം സുലൈമാനുമായി നടന്ന സംഭാഷണം ഓർക്കുന്നു. ഇബ്രാഹിം സുലൈമാൻ അടുത്തേക്ക് കയറി ചെന്നു, കുമ്പിട്ടു. സുലൈമാൻ അവനെ നോക്കാതെ ബുക്കിൽ നോക്കിയിരുന്നു. ഇൻക്യാരം, അങ്ങ് എനിക്ക് മരണശിക്ഷയാണ് കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ അതും ഏറ്റുവാങ്ങാൻ തയ്യാറായാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൻ ഗ്രാൻഡ് വിസിയർ സീലെടുത്ത് സുലൈമാൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. സുലൈമാൻ അപ്പോഴും അവനെ നോക്കിയില്ല. അങ്ങ് തന്നെ എൻ്റെ ജീവൻ എടുത്താലും ഇൻക്യാരം. ഞാൻ കാണിച്ച ധിക്കാരം എനിക്ക് ക്ഷമിച്ചു തരണം ഇൻക്യാരം. അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്. സുലൈമാൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് അടച്ചു വെച്ചു. അത് ഇബ്രാഹിമിൻ്റെ ഡിവൈൻ കോമഡി എന്ന ബുക്കായിരുന്നു. സുലൈമാൻ ഇബ്രാഹിമിനെ രൂക്ഷമായി നോക്കി. ഇബ്രാഹിം തല താഴ്ത്തി പറഞ്ഞു, ഞാൻ പാർഗയിൽ നിന്ന് എൻ്റെ ബാബയോടും സഹോദരനോടും ഒപ്പമാണ് വന്നത്. അവർ കൊട്ടാരത്തിന് പുറത്ത് നിൽപ്പുണ്ട്. എൻ്റെ ഡെഡ് ബോഡി അവർക്ക് കൊടുക്കണം. അവർ അത് പാർഗയിൽ കൊണ്ടുപോയി സംസ്കരിച്ചോളും. അങ്ങേക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യണം ഇൻക്യാരം. സുലൈമാൻ തലയാട്ടി. തീർച്ചയായും ഞാനത് ചെയ്യാം ഇബ്രാഹിം. സുലൈമാൻ എണീറ്റ് ഇബ്രാഹിമിനടുത്തേക്ക് വന്നു. ആദ്യം അവർ നിന്റെ കല്യാണം കൂടട്ടെ, എന്നിട്ട് നീ മരിക്കുമ്പോൾ അവർക്ക് വന്ന് നിന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാം. ഇബ്രാഹിം സംശയിച്ച് നോക്കുന്നു. നിന്റെ പ്രണയം എത്ര ആഴത്തിലുള്ളതാണ് ഇബ്രാഹിം. നിന്റെ സർവ്വതും ത്യജിച്ച് പോകാനും വേണ്ടും. എൻ്റെ ഹദീജ, നീ ഇവിടുന്ന് പോയപ്പോൾ മുതൽ അവൾ മരിച്ചതുപോലെയാണ് ജീവിക്കുന്നത്. ഇതുപോലുള്ളൊരു സ്നേഹത്തെ അംഗീകരിക്കാത്ത ആളായാണോ നീ എന്നെ കണ്ടിരിക്കുന്നത്? അതിന് ഞാൻ നിന്നെ കൊന്നു കളയുമെന്ന് നിനക്ക് എങ്ങനെ ചിന്തിക്കാനായി ഇബ്രാഹിം? നീ എന്നെ അത്രയ്ക്ക് ദുഷ്ടനായാണോ കാണുന്നത്? ഇബ്രാഹിമിനൊന്നും മിണ്ടാനായില്ല. ഈ സംഭാഷണം ഓർത്ത് ഇബ്രാഹിമിന് ചിരി വന്നു. ഹദീജ, എണീക്ക്. സുലൈമാൻ അവളെ കൊട്ടി വിളിക്കുന്നു. കണ്ണു തുറക്ക്. ഹദീജ സുൽത്താൻ എണീക്കുന്നു. ബോധം വന്ന ഹദീജ വേഗം എണീറ്റ് നിന്നു. സുലൈമാൻ അവളെ നോക്കി ചിരിച്ചു. എന്നോട് ക്ഷമിക്കണം ഇൻക്യാരം. പെട്ടെന്ന് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് സുലൈമാൻ തലയാട്ടി. ഇബ്രാഹിം പാഷയും ഞാനും, അതെ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, നിങ്ങളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. വാലിദയോട് പറഞ്ഞേക്ക്, ഒരുക്കങ്ങളൊക്കെ തുടങ്ങട്ടെ. ഹദീജ സുൽത്താന സുലൈമാൻ്റെ കയ്യിൽ മുത്തി. അയാളെ നോക്കി ചിരിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. ഹുറം കരഞ്ഞുകൊണ്ട് വരാന്തയിലിരുന്നു. സുംബുലും നിഗാർ കാഫയും അങ്ങോട്ട് വരുന്നു. നിഗാർ, പിടിക്ക്, നമുക്ക് ചേംബറിലേക്ക് കൊണ്ടുപോകാം. അവർ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവരെന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ്. ഗുൽഷ ഒച്ച കേട്ട് നോക്കുന്നു. വാലിദ് എന്നെ ഇവിടുന്ന് പുറത്താക്കിയാണ്. നാളെ എന്നെ ഓൾഡ് പാലസിലേക്ക് വിടുകയാണ്. സുൽത്താൻ സുലൈമാൻ എന്നെ ഇവിടെ ഇനി കാണണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അവർ നുണ പറയുകയാണ്. സുൽത്താൻ സുലൈമാൻ ഒരിക്കലും അങ്ങനെ പറയില്ല, ഹുറം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവർ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. ഗുൽഷ അത് മാഹി ദേവരാനോട് വന്ന് പറഞ്ഞു. മാഹി ദേവരാന് സന്തോഷമായി. അള്ളാ, നന്ദി. അവസാനം ഇൻക്യാരത്തിന് അവളുടെ സ്വഭാവം മനസ്സിലായി കാണും. ഞാൻ വാലിദയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. മാഹി ദേവരാൻ വേഗം പോകുന്നു. ഹുറം അവൾക്കുള്ള സ്വർണവും രത്നങ്ങളും എല്ലാം നിഗാർ കാഫയ്ക്കും സുംബുലാഗയ്ക്കും ഗുൽനിഹാലിനും കൊടുക്കുന്നു.
എന്നിട്ട് പറയുന്നു, എനിക്കുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഹുറം സുൽത്താന, നിങ്ങളെ രക്ഷിക്കാനും വേണ്ടി എന്ത് അധികാരമാണ് ഞങ്ങൾക്കുള്ളത്? ഞങ്ങൾ എന്ത് ചെയ്യാനാ? സുംബുൽ ചോദിച്ചു. നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരുമില്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുക. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? നിഗാർ എല്ലാം വാങ്ങി ഷെൽഫിലേക്ക് തിരിച്ചു വെച്ചു. എൻ്റെ പൊന്നു മക്കളാണ് സത്യം. ഞാൻ ആയിഷയെ കൊന്നിട്ടില്ല. നിഗാറും സുംബുലും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഹുറം നിസ്സഹായയായി നിന്നു. ഖദീജ സുൽത്താന സന്തോഷത്തോടെ ഓടി വരുന്നു. ഗുൽഫം, ഇൻക്യാരം പറഞ്ഞത് കേട്ടാൽ നിനക്ക് വിശ്വസിക്കാനാവില്ല. അദ്ദേഹം എന്നോട് ക്ഷമിച്ചു. അദ്ദേഹം ഇബ്രാഹിമുമായുള്ള എൻ്റെ വിവാഹം നടത്താൻ പോവുകയാണ്. ഞാൻ അറിഞ്ഞു സുൽത്താന. നീ എങ്ങനെ അറിഞ്ഞു? ഇബ്രാഹിം പാഷ മെസ്സേജ് കൊടുത്തു വിട്ടു. അദ്ദേഹം നിങ്ങളെ ഗാർഡനിൽ വെയിറ്റ് ചെയ്യുകയാണ്. അവർ ഗാർഡനിലേക്ക് ചെന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഇബ്രാഹിം. നിന്നെ ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഇപ്പോൾ എല്ലാം നടന്നിരിക്കുന്നു സുൽത്താന. ഇനി നമ്മളെ പിരിക്കാൻ ആർക്കും സാധിക്കില്ല. ഇബ്രാഹിം അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സ്വപ്നം കാണുകയാണോ ഇബ്രാഹിം? ഇതൊരു സ്വപ്നമാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരേണ്ട സുൽത്താന. അവർ പരസ്പരം നോക്കി ചിരിച്ചു. മാഹി ദേവരാൻ വാലിദ സുൽത്താനയുടെ ചേംബറിലിരിക്കുന്നു. വാലിദ സുൽത്താന അത്ര സന്തോഷത്തിലായിരുന്നില്ല. മാഹി ദേവരാൻ മടിച്ചു ചോദിക്കുന്നു, വാലിദ, ഞാനൊരു വാർത്ത കേട്ടു. അത് സത്യമാണോ എന്നറിയില്ല. എന്ത് വാർത്തയാണ് നീ കേട്ടത്? സന്തോഷ വാർത്തയാണോ? ഹുറം ഹാത്തൂനെ ഓൾഡ് പാലസിലേക്ക് പറഞ്ഞു വിടുകയാണോ? അതെ, ഇന്ന് ഈ പാലസിൽ അവളുടെ അവസാന രാത്രിയാണ്. നാളെ അവൾ ഇവിടുന്ന് പോവുകയാണ്. മാഹി ദേവരാൻ സന്തോഷമായി. അള്ളാഹു വാലിദയെ അനുഗ്രഹിക്കട്ടെ. ഖദീജ സുൽത്താന വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് വരുന്നു. വഴിയിൽ വെച്ച് ദായ ഹാത്തൂനെ കണ്ടു. എൻ്റെ സുൽത്താന, നിങ്ങൾ വാലിദ സുൽത്താനയുടെ അടുത്തേക്ക് പോവുകയാണോ? അതെ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാലിദ സുൽത്താന രാവിലെ മുതൽ അത്ര രസത്തിലല്ല. പിന്നെ സുൽത്താനയോടും കുറച്ച് ദേഷ്യത്തിലാണല്ലോ. ഇപ്പോൾ അങ്ങോട്ട് ചെന്നാൽ അത് കുഴപ്പമില്ല ദായ ഹാത്തൂൻ. എന്തായാലും എനിക്ക് വാലിദയോടൊന്ന് സംസാരിക്കണം. ദായ ഹാത്തൂൻ, നിങ്ങളും എൻ്റെ കൂടെ വാ. വാലിദ സുൽത്താന ഷെഹസാദ് മുസ്തഫയോട് പറയുന്നു. മുസ്തഫ, നിന്നെ കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി. ഖദീജ സുൽത്താന അങ്ങോട്ട് കയറി വന്നു. വാലിദ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. മാഹി ദേവരാൻ, നീ മുസ്തഫയും കൊണ്ട് പൊക്കോ. അവർ അവിടെ നിന്നോട്ടെ വാലിദ. എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാൻ ഇൻക്യാരം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ അവളെ നോക്കി. ഇൻക്യാരം എൻ്റെയും മുഹമ്മദ് സലബിയുടെയും എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇൻക്യാരം പറഞ്ഞു കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ. ഏത് കല്യാണം? നീയല്ലേ പറഞ്ഞ നിൻ്റെ എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്തെന്ന്? ഇൻക്യാരം എൻ്റെയും ഇബ്രാഹിം പാഷയുടെയും വിവാഹം നടത്താൻ പോവുകയാണ്. അത് കേട്ട മാഹി ദേവരാൻ സന്തോഷമായി. കൺഗ്രാറ്റുലേഷൻ സുൽത്താന, എനിക്ക് ഭയങ്കര സന്തോഷമായി. മാഹി ദേവരാൻ ഖദീജ സുൽത്താനയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. വാലിദ സുൽത്താനയുടെ മുഖം മാറി. ഇബ്രാഹിം തിരിച്ചു വന്നോ ഖദീജ? മുസ്തഫ ചോദിച്ചു. വന്നു മുസ്തഫ. വാലിദ, എന്നോട് മിണ്ടില്ലേ? ഞാൻ എന്തു പറയാനാ നിന്നോട്? എൻ്റെ അഭിപ്രായങ്ങൾക്ക് നീ എന്തെങ്കിലും വില തന്നിട്ടുണ്ടോ? ഖദീജ സുൽത്താന മാഹി ദേവരാനെ നോക്കി. ഇബ്രാഹിമിൻ്റെ ബാബയും നിക്കോയും ഗേറ്റിന് പുറത്ത് അക്ഷമരായി കാത്തു നിൽക്കുകയായിരുന്നു. ഇബ്രാഹിം അങ്ങോട്ട് വരുന്നു. അവനെ കണ്ട് അവർക്ക് സന്തോഷമായി. നിക്കോ ഓടി ചെല്ലുന്നു. അവർ ഹഗ് ചെയ്തു. വാ, നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. സുലൈമാൻ ഇബ്രാഹിമിനോട് ചോദിക്കുന്നു. അവർ ഇപ്പോൾ എവിടെയാണ്? അവരെ ഞാൻ അംബാസഡർമാർക്ക് താമസിക്കാൻ കൊടുക്കാറുള്ള സ്ഥലത്ത് തൽക്കാലത്തേക്ക് നിർത്തി. താമസിയാതെ അവർക്കൊരു സ്ഥലം കണ്ടെത്തണം. ഒരു ദിവസം എനിക്കും അവരെ കാണണമെന്നുണ്ട്. വളരെ സന്തോഷം ഇൻക്യാരം, ഇബ്രാഹിം തല കുമ്പിട്ടുകൊണ്ട് പറഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഇനി നീ നിന്റെ ഡ്യൂട്ടികൾ ചെയ്യണം. ഒരു ഗ്രാൻഡ് വിസിയറിന് ഈ സാമ്രാജ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്യാം ഇൻക്യാരം. നീ എത്രയും പെട്ടെന്ന് കൗൺസിൽ മീറ്റിംഗ് വിളിക്കണം. എല്ലാ പാഷമാർക്കും അവരുടെ ഡ്യൂട്ടികൾ വീതിച്ചു കൊടുക്കണം. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യണം. ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കണം. ഫറാത്ത് പാഷയെപ്പറ്റി ഒരുപാട് ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. ഇൻക്യാരം, ഞാനും ഫറാത്ത് പാഷയെപ്പറ്റി ചിലതൊക്കെ കേട്ടിരുന്നു. പക്ഷേ അതൊക്കെ അസൂയക്കാർ പറഞ്ഞു പരത്തുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതേപ്പറ്റി നീ അന്വേഷിക്കണം. തീർച്ചയായും അന്വേഷിക്കാം ഇൻക്യാരം. ഇസ്ലാമിക പുരോഹിതൻ സെംബേലി അലി ഹോജയ്ക്ക് ഫറാത്ത് പാഷയെപ്പറ്റി ഒരുപാട് കംപ്ലയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാനും കണ്ടു. കൗൺസിൽ മീറ്റിംഗ് വിളിക്കുന്നതിന് മുമ്പ് ഇതേപ്പറ്റി നന്നായി അന്വേഷിക്കണം. നല്ല ആളുകളെ തിരഞ്ഞെടുത്ത് സ്ഥാനമാനങ്ങളും ഡ്യൂട്ടികളും ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ജനങ്ങൾ നിനക്കെതിരാവും. മനസ്സിലായോ? ഇബ്രാഹിം തല കുമ്പിട്ടു. അങ്ങയുടെ ഈ നിർദ്ദേശം ഞാൻ ഒരിക്കലും മറക്കില്ല ഇൻക്യാരം. അഹമ്മദ് പാഷയെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? സുലൈമാൻ ചോദിച്ചു. ഇബ്രാഹിം ഒന്ന് ആലോചിച്ചു. അഹമ്മദ് പാഷയ്ക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇബ്രാഹിം മടിച്ചു പറഞ്ഞു തുടങ്ങുന്നു. അയാൾക്ക് അയാളുടെ ഡ്യൂട്ടികൾ ചെയ്യുന്നതിനേക്കാൾ താല്പര്യം സ്വന്തം നേട്ടങ്ങളിലാണ്, സുലൈമാൻ പറഞ്ഞു. ഇബ്രാഹിം ഒന്നും മിണ്ടിയില്ല. തുറന്നു പറയാൻ മടി കാണിക്കേണ്ട ഇബ്രാഹിം. അങ്ങ് സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഞാൻ എന്ത് പറയാനാ ഇൻക്യാരം? സത്യം കണ്ടില്ലെന്ന് നടിക്കരുത്. ആരെയും പേടിക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കണം. ഇത്തരം ആളുകളെയൊന്നും നീ കൂടെ കൂട്ടേണ്ട ഇബ്രാഹിം. ധൈര്യമായി പുറത്താക്കിക്കോ. എനിക്കറിയാം, അങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഞാൻ ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിക്കും ഇൻക്യാരം.
നീയാവും എൻ്റെ കൗൺസിലിലെ ഏറ്റവും അധികാരമുള്ളയാൾ. സുലൈമാൻ അവനെ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ പൊക്കോ. ഇബ്രാഹിം സുലൈമാനെ കുമ്പിട്ടിട്ട് തിരികെ നടന്നു. എന്നിട്ട് വീണ്ടും തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നു. ഇൻകാരം, എൻ്റെ തോന്നലാണെങ്കിൽ ക്ഷമിക്കണം. അങ്ങ് വിഷമിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. അങ്ങേക്ക് എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? എൻ്റെ വിഷമത്തിന് കാരണം നീയല്ല ഇബ്രാഹിം. അതിന് കാരണം എൻ്റെ ഹൃദയം തന്നെയാണ്. ഇബ്രാഹിം പോയി. സുലൈമാൻ ആലോചിച്ചു നിന്നു. ഇബ്രാഹിം അയാളുടെ ഓഫീസ് റൂമിൽ വന്ന അമ്മയുടെ വയലിനെടുത്ത് നോക്കുന്നു. സുംബുൽ അങ്ങോട്ട് കയറി വരുന്നു. എൻ്റെ പാഷ. ഇബ്രാഹിം നോക്കിയപ്പോൾ സുംബുൽ ഒന്നും മിണ്ടിയില്ല. എന്തു പറ്റി സുംബുലാക? നിങ്ങൾ എന്തോ പ്രശ്നവുമായാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. മടിക്കണ്ട, പറഞ്ഞോ. പാഷ, നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിപ്പിക്കാൻ എനിക്കാവില്ല. ഞാൻ ഇതുവരെ അങ്ങയെ കാത്തു നിൽക്കുകയായിരുന്നു. അത് ശരി. ഹുറം ഹാത്തുൻ പുതിയതായി എന്ത് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്? പാഷ, നിങ്ങൾ ആയിഷ ഹാത്തുനെ ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ വിക്ടോറിയയുടെ കൂടെ താമസിക്കുന്നത്. ഇബ്രാഹിം തലയാട്ടി. അവളെ ആരോ കഴുത്തു മുറിച്ച് കൊന്നു. എല്ലാ തെളിവുകളും ഹുറം ഹാത്തുനെതിരാണ്. ഹുറം ഇപ്പോൾ ഒരാളെ കൊല്ലുകയും ചെയ്തോ? ഇബ്രാഹിം അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു. എല്ലാവരും അതാണ് പറയുന്നത്. ഇൻകാരം ഹുറം ഹാത്തുനെ നാളെ ഓൾഡ് പാലസിലേക്ക് അയക്കുകയാണ്. അപ്പോൾ അതാണല്ലേ ഇൻകാരം വിഷമിച്ചിരിക്കുന്നത്? ഇബ്രാഹിം സ്വയം പറഞ്ഞു. സാദിഖ് ആളുടെ റൂമിലേക്ക് വന്ന് കത്തിയെടുത്ത് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ഡോർ തുറക്കുന്ന ഒച്ച കേട്ട് അവൾ ഞെട്ടി. കയ്യിലിരുന്ന കത്തി താഴെ വീണു. അപ്പോഴേക്കും ഹുറം അങ്ങോട്ട് കയറി വന്നു. സാദിഖ ഭയത്തോടെ അവളെ നോക്കി. താഴെ വീണ കത്തി ഹുറം കണ്ടില്ല. നിന്റെ പേരെന്താണ്? സാദിഖ. നീയല്ലേ ആയിഷ ഹാത്തുൻ്റെ കൂടെ താമസിച്ചിരുന്നത്? അതെ സുൽത്താന. നീയല്ലേ അന്ന് എൻ്റെ മോനെ തീപിടുത്തത്തിൽ നിന്ന് രക്ഷിച്ചത്? അതെ സുൽത്താന. സാദിഖയുടെ മുഖത്തെ പേടി കണ്ട് ഹുറം അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. സാദിഖ പുറകോട്ട് നീങ്ങി. നീ പേടിക്കണ്ട സാദിഖ. ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. ഞാനല്ല ആയിഷയെ കൊന്നത്. വാലിദ സുൽത്താൻ എന്നെ വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് പോകണം സുൽത്താന. ഹുറം അവളുടെ കയ്യിൽ പിടിച്ച് അപേക്ഷിക്കും പോലെ പറയുന്നു. നിനക്ക് ആയിഷയെ കൊന്നത് ആരാണെന്ന് അറിയുമോ? എന്തെങ്കിലും അറിയാമെങ്കിൽ നിഗാർ കാഫിയോട് പറയണം. പ്ലീസ്. എനിക്കൊന്നും അറിയില്ല സുൽത്താന. എന്നോട് ക്ഷമിക്കണം. സാദിഖ പുറകോട്ട് നീങ്ങി കത്തിയുടെ മുകളിൽ കയറി നിന്നു. ഹുറം അവളെ ഒന്ന് നോക്കിയിട്ട് നിരാശയോടെ തിരിച്ചുപോയി. സാദിഖയ്ക്ക് ആശ്വാസമായി. ദായ ഹാത്തുൻ വാലിദ സുൽത്താനയുടെ റൂമിലേക്ക് വരുന്നു. വാലിദ സുൽത്താന വിഷമിച്ചിരിക്കുകയായിരുന്നു. ദായ ഹാത്തുൻ അവരെ നോക്കുന്നു. എൻ്റെ മോൻ എന്നെ വന്നൊന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ ദായെ. അവൻ എന്നെ അവഗണിക്കുകയാണ്. അദ്ദേഹം ഭയങ്കര തിരക്കാണ് സുൽത്താന. അടുത്ത ദിവസം വരും. അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവനറിയാം. അതാണ് അവൻ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്. ഞാൻ പറയുന്നതിനൊന്നും അവൻ ഒരു വിലയും തരുന്നില്ല. എല്ലാം അവൻ്റെ ഇഷ്ടത്തിന് തീരുമാനിക്കുകയാണ്. ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടാണ്. അതെല്ലാം നീ കണ്ടിട്ടുള്ളതല്ലേ ദായെ. സുൽത്താന, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. ഖദീജ സുൽത്താന അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സുൽത്താന ഒരിക്കൽ പോലും നിങ്ങൾ പറയുന്നത് അനുസരിക്കാതിരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദായെ, നിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു വർത്താനം ഞാൻ പ്രതീക്ഷിച്ചില്ല. ദായ ഹാത്തുൻ നിലത്തിരുന്ന് പറയുന്നു. എൻ്റെ സുൽത്താന, 30 വർഷമായി ഞാൻ നിങ്ങളെ സേവിക്കുന്നു. എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ ഇനിയൊരു 30 വർഷം നിങ്ങളെ സേവിക്കാൻ എനിക്ക് മടിയില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് സത്യസന്ധമായാണ്. സുൽത്താന, നിങ്ങൾ ആവശ്യമില്ലാതെ വിഷമിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ നല്ല അനുസരണയുള്ളവരാണ്. അവർ നിങ്ങളെ ബഹുമാനത്തോടെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. വാലിദ സുൽത്താന ഒന്നും മിണ്ടിയില്ല. ഞാൻ തെറ്റായ എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ സുൽത്താന. ഹുറം കൊടുത്ത കണ്ണാടി കണ്ട സുലൈമാൻ അവളെ ഓർമ്മ വരുന്നു. അയാൾ വിഷമത്തോടെ അതിൽ നോക്കി നിന്നു. പെട്ടെന്ന് ഇബ്രാഹിം അങ്ങോട്ട് കയറി വരുന്നു. ഇബ്രാഹിം, നീയോ? ഇൻകാരം, അങ്ങയുടെ വിഷമത്തിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഞാൻ കുറച്ചായി ആലോചിക്കുന്നു പാർഗളി. ഇപ്പോഴാണ് എനിക്കതിനൊരു കാരണം കിട്ടിയത്. അവൾ ചെയ്ത തെറ്റിന് അവളെ കൊന്നുകളയുകയാണ് വേണ്ടത്. പക്ഷേ ഹുറം എൻ്റെ മക്കളുടെ അമ്മയാണ്. ഇതിൽ കൂടുതൽ ഒരു ശിക്ഷ കൊടുക്കാൻ എന്നെക്കൊണ്ടാവുന്നില്ല ഇബ്രാഹിം. അങ്ങേ ഈ വിഷമത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്നെക്കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യാം ഇൻകാരം. ഹുറം അവളുടെ ചേംബറിലേക്ക് വരുമ്പോൾ നിഗാർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഹുറം ഹാത്തുൻ. നീ എവിടെ പോയിരുന്നു? അവൾ അവരുടെ അടുത്ത് പോയിരുന്നു പറയുന്നു. എന്ത് വേണം? എന്നെ അവർ ഇന്ന് രാത്രി ഇവിടുന്ന് പുറത്താക്കും. ഇബ്രാഹിം പാഷ സുംബുലാഗിയെ വിളിപ്പിച്ചിരുന്നു. എല്ലാം അദ്ദേഹം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇബ്രാഹിം പാഷ വന്നോ? ഹുറം അതിശയിച്ച് ചോദിച്ചു. അദ്ദേഹം എത്തി. ഇബ്രാഹിം പാഷയുടെയും ഖദീജ സുൽത്താനയുടെയും വിവാഹം തീരുമാനിച്ചു. അതിന് ഖദീജ സുൽത്താനയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതല്ലേ? ഇൻകാരം അത് ക്യാൻസൽ ചെയ്തു. ഹുറം അസ്വസ്ഥയായി. ഇബ്രാഹിം പാഷ കൂടുതൽ ശക്തനാവുകയാണ്. അങ്ങനെയെങ്കിൽ ഇനി ഒരിക്കലും എനിക്ക് ഓൾഡ് പാലസിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാനാവില്ല. അങ്ങനെയൊന്നും ഇല്ല ഹുറം. ഇൻകാരം ഒരിക്കലും നിന്നോട് അങ്ങനെ ചെയ്യില്ല, ഗുൽനിഹാൽ പറഞ്ഞു. അവൾ വേഗത്തിൽ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. ഹുറം, എവിടെ പോണു? ഗുൽനിഹാൽ വിളിച്ചു ചോദിച്ചു. സാദിഖ് ആ കത്തിയുമായി വന്നത് എറിഞ്ഞു കളഞ്ഞു. അവളെ കണ്ട് സുംബുലാഗ അങ്ങോട്ട് വന്നു. സംശയത്തോടെ അവളെ നോക്കുന്നു. സാദിഖ, ഞാൻ നിന്നെ നോക്കിയായിരുന്നു. പക്ഷെ എങ്ങും കണ്ടില്ല. നീ ഇവിടെ എന്തെടുക്കുക? ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാ. ഇപ്പോൾ എൻ്റെ കൂടെ വാ. എങ്ങോട്ട്? ചോദ്യമൊന്നും ചോദിക്കേണ്ട. ഞാൻ വരാൻ പറഞ്ഞാൽ വന്നാൽ മതി. അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു.
ഹുറം ഖദീജ സുൽത്താനയുടെ ചേംബറിലേക്ക് എത്തി. അവരെ കുമ്പിട്ടു. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് സുൽത്താന. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ സുൽത്താനയുടെയും ഇബ്രാഹിം പാഷയുടെയും കാര്യം ഒരുപാട് തവണ ഇൻക്യാറത്തോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സുൽത്താൻ എന്നും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. ഇരിക്കു ഹുറം. അവൾ അവിടെ ചെന്നിരുന്നു. സുൽത്താന, എൻ്റെ കാര്യം അറിഞ്ഞിരുന്നോ? ഖദീജ സുൽത്താന ഒന്നും മിണ്ടിയില്ല. അവർ പറയുന്നത് ആയിഷയെ കൊന്നത് ഞാനാണെന്നാണ്. ഞാനല്ല സുൽത്താന. നിങ്ങൾക്ക് എൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കാനാവും. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എല്ലാവരും പറയുന്നത് നീയാണെന്നാണ്. ഇവിടെ എല്ലാവരും എന്നെ ഒരു ശത്രുവായാണ് കാണുന്നത്. ഹുറത്തിന് കരച്ചിൽ വന്നു. കരയണ്ട ഹുറം. നീ നിരപരാധിയാണെങ്കിൽ ഒരു നാൾ തീർച്ചയായും അത് പുറത്തു വരും. വിഷമിക്കണ്ട. എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യാം. ഹുറം അവരെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സുൽത്താന. സുംബുൽ സാദിഖയെയും കൊണ്ട് ഇബ്രാഹിമിനടുത്തേക്ക് എത്തി. എൻ്റെ പാഷ, സാദിഖയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവളെ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ പൊക്കോ സുംബുലാക. ഇബ്രാഹിം നോക്കാതെ പറഞ്ഞു. സുംബുൽ കുമ്പിട്ടിട്ട് പോയി. സാദിഖ പേടിയോടെ നിന്നു. ഇബ്രാഹിം അവളെ നോക്കി. ആയിഷ ഹാത്തുന് നിന്നെ ഒട്ടും ഇഷ്ടമായിരുന്നില്ലല്ലേ? സാദിഖ ഒന്നും മിണ്ടിയില്ല. ആയിഷ എപ്പോഴും നിന്നെപ്പറ്റി കാഫമാരോട് കംപ്ലൈൻറ്റ് പറയുമെന്നാണല്ലോ അറിഞ്ഞത്. അത് സത്യമാണോ? സാദിഖ ഒന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഇബ്രാഹിം ഒച്ച വെച്ച് പറഞ്ഞു. സാദിഖ ഞെട്ടിപ്പോയി. ആയിഷ ഹാത്തുന് എന്നെ ഇഷ്ടമായിരുന്നില്ല. അവർ എപ്പോഴും എന്നെപ്പറ്റി നുണകൾ പറഞ്ഞു നടക്കുമായിരുന്നു പാഷ. നിങ്ങൾ എന്നെ ഹരത്തിൽ കൊണ്ടുവന്ന് നിർത്തിയത് ആയിഷ ഹാത്തുന് ഇഷ്ടമായിരുന്നില്ല. ഹുറം ഹാത്തുന് ഇപ്പോൾ എൻ്റെ ചേംബറിൽ വന്നിരുന്നു. ഞാൻ അവരോടും ഇത് തന്നെയാണ് പറഞ്ഞത്. ഹുറം വന്നിരുന്നോ? ഇബ്രാഹിം എണീറ്റ് അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു. ശരി, നീ പൊക്കോ. അവൾ പോയി. ഹുറവും മാഹിദേവരാനും തമ്മിൽ കാണുന്നു. ഹാപ്പി ജേണി ഹുറം. നീ ഓൾഡ് പാലസിലേക്ക് പോവുകയാണെന്ന് ഞാൻ കേട്ടു. ഞാൻ പോവുകയാണ്, പക്ഷെ തീർച്ചയായും തിരിച്ചു വരും. നീ നിന്റെ നല്ല കാലം മുഴുവൻ അവിടെ വേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഹുറം. നീ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഇൻക്യാരവും ഈ പാലസും ഒരിക്കലും നിങ്ങളുടേതാവില്ല, ഹുറം പറഞ്ഞു. നാളെ നീ പോകുന്നതിന് മുമ്പ് ഈ പാലസൊക്കെ ഒന്ന് നന്നായി കണ്ടോ. ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ? ഇവിടെ എല്ലാവരും സന്തോഷത്തിലാണ്. നിന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. മാഹിദേവരൻ അതും പറഞ്ഞിട്ട് പോയി. ഹുറത്തിന് സങ്കടമായി. ഗുൽഷ ഇബ്രാഹിം പാഷയുടെ റൂമിലേക്ക് വരുന്നു. അയാളെ കുമ്പിട്ടു. ഗുൽഷ, ഈ കൊലപാതകത്തിൽ മാഹിദേവരൻ സുൽത്താനയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇല്ല പാഷ. ഇബ്രാഹിം അവളെ നോക്കി. സത്യമായും സുൽത്താൻ ഒന്നും ചെയ്തിട്ടില്ല. ഗുൽഷ, നീ പറയുന്നത് നുണയാണെന്ന് അറിഞ്ഞാൽ പിന്നെ നിന്റെ തല ഇവിടെ കാണില്ല. നിനക്കറിയാലോ എന്നെ. അറിയാം പാഷ. എൻ്റെ സുൽത്താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഗുൽഷ അയാളെ നോക്കാതെ പറഞ്ഞു. നീ എന്നെ നോക്ക്. അവൾ അയാളെ നോക്കി. ഇബ്രാഹിം അവളുടെ കണ്ണിലേക്ക് എന്നെ നോക്കുന്നു. ശരി, പൊക്കോ. സുംബുലാഗിയോട് ഇങ്ങോട്ട് വരാൻ പറ, അയാൾ ഇരുന്നുകൊണ്ട് പറഞ്ഞു. സുംബുൽ ഇബ്രാഹിമിനടുത്തേക്ക് വരുന്നു. തനിക്ക് മറ്റാരെങ്കിലും സംശയമുണ്ടോ സുംബുലാഗ? ഇല്ല പാഷ. ഹുറം സാദിഖയെ കാണാൻ ചെന്നിരുന്നു എന്ന് പറഞ്ഞു. അവൾ ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സാദിഖയെ കാണാൻ ചെല്ലേണ്ട കാര്യമില്ലല്ലോ. ഹുറം ഹാത്തുൻ അവളുടെ കുഞ്ഞുങ്ങളെ സത്യം ചെയ്തുകൊണ്ട് ഞങ്ങളോടും പറഞ്ഞു അവളല്ല ഇത് ചെയ്തതെന്ന്. അത് കണ്ടപ്പോൾ എനിക്കും കഷ്ടം തോന്നി പാഷ. ചിലപ്പോൾ അവൾ ഇത് ചെയ്തിട്ടുണ്ടാവില്ല. ഇതേപ്പറ്റി എന്തറിഞ്ഞാലും ആദ്യം എന്നെ അറിയിക്കണം. മനസ്സിലായോ സുംബുലാഗ? അങ്ങനെ ചെയ്യാം പാഷ.